നടക്കുന്ന പ്രാർത്ഥന യോഗത്തിൽ എനിക്കും ജോയ്സിനും കടന്നു വന്ന സംബന്ധിക്കുവാൻ കർത്താവ് നൽകിയ ഈ അനുഗ്രഹീതമായ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷൈൻ ബ്രദർ പറഞ്ഞതുപോലെ കോവിഡ് വരുന്നതിന് മുമ്പ് ചില നാളുകളിൽ പ്രധാനമായി മഞ്ഞാടി സഭയിൽ വരുന്നതിനും ദൈവവചന ശുശ്രൂഷകൾ ചെയ്യുന്നതിനും എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ ഈ സമയം ഓർക്കുകയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ചാക്കോച്ചായനും മാത്തുക്കുട്ടിച്ചായനും ഒക്കെ വളരെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തതും ഞാൻ നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. മാത്തുക്കുട്ടിച്ചായനെ കർത്താവ് സൗഖ്യം നൽകട്ടെ എന്നും ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈനും കുടുംബവും അവർ എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു, അതിനുള്ള നന്ദി അറിയിക്കുന്നു. വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ അവരെ പരിചയപ്പെടുവാനും ഒരു നല്ല ക്രിസ്തീയ ബന്ധം, ആത്മീക ബന്ധം അവരുമായി പുലർത്തുവാനും കഴിഞ്ഞ നാളുകൾ ഇടയായത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്ന ഒരു ഹൈറേഞ്ചിൻ്റെ മണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഞാനും ജനിച്ച് വളർന്നതൊക്കെ ഹൈറേഞ്ചിലാണ്. അപ്പോൾ ആ നിലയിൽ പ്രിയപ്പെട്ടവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പരിചയമുള്ള മുഖങ്ങളും പരിചയമില്ലാത്ത മുഖങ്ങളും ഇവിടെ ധാരാളമുണ്ട്. തോമസ് കുട്ടിച്ചാനെയും ശാന്തമാമയും അവർ ഈ സഭയിലാണ് വരുന്നത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അവരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. നാം അറിയുന്നത് പോലെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. രൂത്തിന്റെ പുസ്തകം, പഴയ നിയമത്തിൽ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യവും 8-ഉം 9-ഉം വാക്യം. 1, 8, 9 ഈ 3 വാക്യങ്ങൾ വായിച്ച് ഈ വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം, 8-ാം വാക്യം, 9-ാം വാക്യം. നവോമിക്ക് തന്റെ ഭർത്താവായ എലിമലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവസ് എന്ന പേര്. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, ചെറുക്കുവാൻ വേറൊരു വയലിൽ പോവുകയല്ല, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. വിശുദ്ധ ബൈബിൾ നമുക്കറിയാം, അനേക വ്യക്തികളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അമാനുഷികമായ മനുഷ്യരൊന്നും അല്ലായിരുന്നു അവരെല്ലാവരും തന്നെ സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ളവർ തന്നെയായിരുന്നു. നമ്മെപ്പോലെ തന്നെ വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പച്ചയായ മനുഷ്യരായിരുന്നു ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളും. നാം ഇന്ന് ഈ ചെറുപ്പക്കാർ, കൊച്ചു പിള്ളേർ, സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ പോലെയുള്ള അമാനുഷിക കഥാപാത്രങ്ങളൊന്നുമല്ല ബൈബിളിലെ കഥാപാത്രങ്ങൾ. പക്ഷേ ദൈവം അവരിലൂടെ പ്രവർത്തിച്ചതിൻ്റെ ചരിത്രം ദൈവം നമുക്ക് രേഖയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട അനേക പാഠങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ട്. ആ നിലയിൽ വ്യക്തികളെ കുറിച്ചുള്ള പഠനം വളരെ അനുഗ്രഹിക്കപ്പെട്ട പഠനമാണ്. ഈ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് രൂത്തിന്റെ പുസ്തകമാണ്. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ചരിത്രമാണ് ഇവിടെ നാം ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എലിമേലേക്ക് എന്ന് പറയുന്ന കുടുംബനാഥൻ, നവോമി എന്ന ഭാര്യ, അവർക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, മഹലോനും കില്യോനും. അവർ ഒരു സുപ്രഭാതത്തിൽ ഒരു തെറ്റായ തീരുമാനമെടുത്ത് ബേഥൽഹേം എന്ന അപ്പത്തിന്റെ ഭവനം വിട്ട് മോവാബ് എന്ന പോകുവാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവർ പോകുകയുണ്ടായി. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ അവർ കടന്നുപോയപ്പോൾ അവർ ഒരു തെറ്റായ തീരുമാനമെടുക്കുവാൻ
അവർ അല്പം പിന്മാറിപ്പോകുവാൻ, തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഇടയായി തീർന്നതിന്റെ ചരിത്രമാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവർ ജീവിക്കാൻ വേണ്ടിയാണ് മോവാബിലോട്ട് പോയത്, പക്ഷേ അവർക്ക് ശരിക്കും ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യം. മാത്രമല്ല, മരിക്കാതിരിക്കാനാണ് അവർ മോവാബിലോട്ട് പോയത്, പക്ഷേ മരണം അവരെ തേടി വന്നു. ആ വീട്ടിലെ 3 പേരും മരിച്ചുപോയി. അപ്പൊ നോക്കുക, അവര് വിചാരിച്ചത് എന്തുവാണ്? ബേദലഹേമിൽ മരിക്കും, മോവാബിലാണെ നമ്മള് മരിക്കത്തില്ലെന്ന്. ഇതൊരു തെറ്റായ തീരുമാനമാണ്. ലോകത്തിൽ എവിടെ പോയാലും മനുഷ്യൻ എന്ത് ചെയ്യും? മരിക്കേണ്ട സമയത്ത് മരിക്കും. മരണം ഏത് മുക്കിലും മൂലയിലും നമ്മെ തേടി വരുന്നതാണ്. പണ്ഡിത പാമര ഭേദമന്യേ മരണം വരുമെന്നാണ് പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത്. പണക്കാർ പാവങ്ങൾ ഭേദമന്യേ. വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ആ നാടകകൃത്ത് പറഞ്ഞു, രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും, ഏത് വീട്ടിലും, ഏത് സമയത്തും, ഏത് സാഹചര്യത്തിലും കടന്ന്, രംഗബോധമില്ല, കല്യാണ വീടെന്നോ വിരുന്നു വീടെന്നോ ഒന്നുമില്ല, ഏത് സാഹചര്യത്തിലും കടന്നു വരുന്നതാണ് മരണം എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അവർ മരണത്തെ പേടിച്ചാണ് മോവാബിലോട്ട് പോയത്, പക്ഷെ അവിടെ അവരെ മരണം തേടി വന്നു എന്ന ദുഃഖകരമായ സത്യം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. നവോമിയുടെ കൂടെ രൂത്ത്, മരുമകള് രൂത്ത് നവോമിയുടെ കൂടെ ബേത്ലഹേമിലേക്ക് പോരുകയാണ്. ചരിത്രം അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്മാറി പൊക്കൊള്ളുക എന്ന് നവോമി പല പ്രാവശ്യം രൂത്തിനോട് പറഞ്ഞു, ഓർഫയോട് പറഞ്ഞു. ഓർഫ എന്ത് ചെയ്തു? ഓർഫ ഒരു ചുംബനമൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. ഓർഫയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ഓർഫയുടെ ചരിത്രം പഠിക്കാൻ അറിയാം, പിന്നീട് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാണുന്നു. ആ ഗോലിയാത്തിന്റെ ഒരു വല്യമ്മയായിട്ട് വരും ആര്? ഈ ഓർഫ. വംശാവലി നോക്കുമ്പോൾ അങ്ങനെയാണ്. ഗോലിയാത്തിന്റെ ഒരു വല്യമ്മയായിട്ട് വരും ഈ ഓർഫ. ഓർഫ അങ്ങനെ അങ്ങ് പോയി. എന്നാൽ രൂത്തിന് എന്ത് സംഭവിച്ചു? നവോമിയോട് കൂടെ രൂത്ത് നിന്നു, ചേർന്ന് നിന്നു, പറ്റി നിന്നു. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും എന്നൊക്കെ പറഞ്ഞ് നവോമിയോട് ചേർന്ന് നിന്നു. അങ്ങനെ ഒരു നല്ല ഒരു അമ്മാവിയമ്മയും മരുമകളുമായിട്ട് അവര് എവിടെ വന്നു? ബേത്ലഹേമിൽ വന്നു. ബേത്ലഹേമിൽ വന്നതിന് ശേഷമുള്ള ചരിത്രമാണ് 2-ാം അധ്യായം മുതലുള്ള ചരിത്രം. അവിടെ ബോവസ് എന്ന് പറയുന്ന അനുഗ്രഹീത ഒരു വ്യക്തിത്വത്തെ നാം പരിചയപ്പെടുകയാണ്. ഈ വ്യക്തിത്വത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട്. ബോവസിനെ കുറിച്ചുള്ള 2-3 കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ബോവസ് ആരാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. 8ഉം 9ഉം വാക്യങ്ങളിൽ ബോവസ് രൂത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ബോവസ് ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ബോവസ് ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കേവലം ബോവസിനെ അല്ല, നേരെ മറിച്ച് ബോവസിനേക്കാൾ ഉന്നതനായ ഒരാളുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കും ഒരു ബോവസ് ഉണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ, മോവാബ്യ സ്ത്രീയെ ഒരു വയലിൽ വന്നിരിക്കുകയാണ്. ആ വയൽ ആരുടെ വയലാ? ബോവസിന്റെ വയലാ. അവൾ ആ വയലിൽ വരുമ്പോൾ അവൾ എങ്ങനെയാ വരുന്നതെന്നറിയാമോ? 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വയലിൽ ചെന്ന്, രൂത്ത് നവോമിയോട് പറഞ്ഞതാണ്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച്. അപ്പോൾ ദയ കാണിക്കുന്ന ഒരു വയല്, ഞാനിങ്ങനെ പറയട്ടെ, ദയയുടെ ഒരു വയല്, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ കൃപയുടെ ഒരു വയല്. നാം എല്ലാവരും ഒരു വയലിലായിരിക്കുക. അതൊരു കൃപയുടെ വയലിലായിരിക്കുന്നത്. പല പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഷൈൻ പറഞ്ഞല്ലോ. ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് വയലിലാണ് ചെയ്യുന്നത്? കൃപയുടെ ഒരു വയലിലാണ് ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. കൃപയാൽ രക്ഷിക്കപ്പെട്ട് ആ കൃപയുടെ വയലിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ വയലിന്റെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ബോവസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ബോവസ് ഒരിക്കലും യേശുക്രിസ്തുവിന് തുല്യനല്ല. യേശുക്രിസ്തു ഒരിക്കലും ബോവസിന് സമനമല്ല. ബോവസിനേക്കാളൊക്കെ വളരെ 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 ഔന്നത്യത്തിലിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ രൂത്തിന് ഒരു ബോവസ് ഉണ്ടായിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഭാഗ്യവശാൽ എനിക്കും നിങ്ങൾക്കും അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതനായ ഒരു ബോവസ് നമുക്കുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനം
നമ്മെ ഇന്ന് പകൽക്കാലം തൊടുമാറാകട്ടെ. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നമ്മെ തൊടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൽ 2026 അനുഗ്രഹീതമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ സ്പർശിക്കുമാറാകട്ടെ. നമുക്ക് ആ ബോവസിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 1-ാം വാക്യത്തില് ഒന്നാമത് നമ്മളവിടെ കാണുന്നത് ആ പേരാണ്. ബോവസിന്റെ പേര് എന്താ? ബോവസിന്റെ പേരെന്താ? ബോവസിന്റെ പേര് ബോവസ് അല്ലേ? അപ്പൊ പണ്ടാരാണ്ട് ചോദിച്ചതുപോലെ സെബദി മക്കളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഇപ്പൊ പലർക്കും അറിയത്തില്ല. അറിയാവോ? അവിടെയുള്ളവർക്ക് അറിയാവോ സെബദി മക്കളുടെ പേര്? സെബദി മക്കളുടെ അപ്പന്റെ പേര് സെബദി മക്കളുടെ സെബദീന്ന. അപ്പൊ പലരും ഇരുന്ന് ആലോചിക്കുക ഈ സെബദി മക്കളുടെ അപ്പന്റെ പേര് ആരാന്നല്ലേ എന്ന് പറഞ്ഞാല് ബോവസ്. ബോവസ് എന്ന് പറഞ്ഞാൽ ആ പേരിന് രണ്ടർത്ഥമാണ്. എബ്രായ പദങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചില വാക്കുകൾക്ക് രണ്ടും അതിലധികവും അർത്ഥമുള്ള വാക്കുകളാണ്. ബോവസ് എന്ന പേരിന് രണ്ടർത്ഥമാണ് എബ്രായ ഭാഷയിലുള്ളത്. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് സ്പീഡി എന്ന് പറഞ്ഞാൽ എന്തുവാ? വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നവൻ എന്നുള്ളതാണ് ബോവസ് എന്ന ആ പേരിന്റെ അർത്ഥം. വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നവൻ. എങ്ങനെയാണ് ബോവസിന് ആ പേര് മാതാപിതാക്കൾ ഇട്ടോന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ ബോവസിനെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നവനായിരിക്കാം ബോവസ്. വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യുന്നവനായിരിക്കാം ബോവസ്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ഇവിടെ ഇരിക്കുമ്പോൾ നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ നല്ലവനായ ബോവസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൻ എങ്ങനെ കാര്യങ്ങളെ ചെയ്യുന്നവനാ? അവൻ തക്ക സമയത്ത് കാര്യങ്ങളെ അവൻ വേഗത്തിലുമല്ല, പിന്നെ താമസിച്ചുമല്ല. അതാണ് കർത്താവിനെ കുറിച്ച് ഓർക്കേണ്ടത്. അവൻ വേഗത്തിലുമല്ല, താമസിച്ചുമല്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കർത്താവ് എന്താണ് താമസിക്കുന്നത്? മാർത്തയുടെയും മറിയയുടെയും ആ ദുഃഖ ഭവനത്തില് ലാസർ മരിച്ച സന്ദർഭത്തില്, അല്ലെങ്കിൽ ലാസർ രോഗിയായി കിടക്കുന്നുവെന്ന് അറിയിച്ചു, കർത്താവ് വന്നില്ല. മരിച്ചു, കർത്താവ് വന്നില്ല. അടക്കം നടക്കുമ്പോൾ പോലും കർത്താവ് വന്നില്ല. കല്ലറയിൽ വെച്ച് 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് വരുന്നത്. നാറ്റം പിടിച്ച ആ അവസ്ഥയിലാണ് കർത്താവ് വരുന്നത്. അപ്പോൾ മാർത്തയും മറിയയും ന്യായമായി ചിന്തിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. കർത്താവേ, അവിടുന്ന് താമസിച്ചാണോ വന്നത്? അവിടുന്ന് പ്രവർത്തിക്കുന്നത് അല്പം ലേറ്റ് ആയിട്ടാണോ? ഇബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കേണ്ടതിന് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാൻ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാ. അവൻ പ്രവർത്തിക്കുന്നവനാ. പക്ഷെ അവൻ എപ്പ പ്രവർത്തിക്കും? അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും. ഇൻ ഹിസ് ടൈം. അവന്റെ സമയം, നമ്മുടെ സമയമല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവൻ പ്രവർത്തിക്കുന്നത്. അവന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ പോലെയല്ല, നമ്മുടെ വഴികൾ പോലെയല്ല അവന്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങൾ പോലെയല്ല അവന്റെ വിചാരങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവർ മരുഭൂമിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ സംഭവം ഉണ്ടായി. എന്താണെന്നറിയാമോ? അതായത് അഗ്നിസർപ്പങ്ങൾ, മരുഭൂമിയിൽ അഗ്നിസർപ്പങ്ങൾ ഇവരെ കടിക്കുക. അപ്പോൾ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? മരിക്കുകയാണ്, മരിച്ചു വീഴുകയാണ്. അപ്പോൾ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് മരിച്ചു വീഴുമ്പോൾ എന്താണ് അവിടെ മോശയും ഒക്കെ ചെയ്തത്? അവർ ദൈവത്തോട് നിലവിളിച്ചു. എല്ലാവരും ദൈവത്തോട് നിലവിളിച്ചു. എന്തായിരിക്കാം ന്യായമായിട്ട് അവർ നിലവിളിക്കുന്നത്? അവരുടെ നിലവിളിയുടെ വിഷയം എന്തായിരിക്കാം? കർത്താവേ, ദൈവമേ, ഈ അഗ്നിസർപ്പത്തെ മാറ്റിത്തരണേ. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? അല്ലെ? അഗ്നിസർപ്പത്തെ മാറ്റണം. കാരണം അഗ്നിസർപ്പം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ അഗ്നിസർപ്പത്തെ എന്ത് ചെയ്യണം? മാറ്റിത്തരണം എന്ന് അവർ ന്യായമായിട്ട് പ്രാർത്ഥിച്ചു കാണും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അഗ്നിസർപ്പത്തെ ദൈവം മാറ്റിക്കൊടുത്തോ? ഇല്ല, അഗ്നിസർപ്പത്തെ ദൈവം മാറ്റിയില്ല. അവര് പ്രാർത്ഥിച്ചത് അഗ്നിസർപ്പത്തെ മാറ്റുവാനാണ്. പക്ഷേ അഗ്നിസർപ്പത്തെ ദൈവം മാറ്റിക്കൊടുത്തില്ല. പകരം കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? കർത്താവ് മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം കൊടുത്ത ഉത്തരമെന്ന് പറയുന്നത് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയിട്ട് ഒരു കൊടിമരത്തിന്മേൽ ഉയർത്തുക. എന്നിട്ട് ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടുമെന്നാ പറഞ്ഞു. ഇവര് പ്രാർത്ഥിച്ചത് എന്താ? ദൈവം ചെയ്തത് ഇവര് പ്രാർത്ഥിച്ചത് എന്താ? ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാ? അപ്പോ ദൈവം പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. ദൈവം പ്രവർത്തിക്കും. അവർക്ക് എന്തായാലും അവർ രക്ഷപ്പെട്ടാ പോലെ, അല്ലേ? അവർ രക്ഷപ്പെട്ടു. രണ്ടായാലും അവർ രക്ഷപ്പെട്ടു,
അല്ലെ? അഗ്നിസർപ്പത്തെ മാറ്റുക എന്നുള്ളത് ഇവരുടെ മനസ്സിൽ തോന്നിയ ബുദ്ധിയാ. പക്ഷേ ദൈവത്തിന്റെ മനസ്സിൽ തോന്നിയ ബുദ്ധി എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഉപരിയായ ബുദ്ധിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനൊരു വസ്തുത നിങ്ങളോട് പറയട്ടെ. ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടങ്ങളുടെ ജീവിതമാണ്, കഷ്ടതയുടെ ജീവിതമാണ്, രോഗങ്ങളുള്ള ജീവിതമാണ്, സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമാണ്, വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന ജീവിതമാണ്. പക്ഷെ ഈ ജീവിതത്തിന്റെ നടുവിൽ ഒരു കാര്യം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. എന്താണെന്നറിയാമോ? നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പ്രവർത്തിക്കുന്നവനാണ്. അവൻ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കും. മാത്രമല്ല അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. എന്തും സംഭവിക്കട്ടെ, എന്തും വരട്ടെ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്നവനാ. അവന്റെ സമയത്ത്, തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാ. അവൻ കുറച്ച് നേരത്തെയും പ്രവർത്തിക്കത്തില്ല, കുറച്ച് താമസിച്ചും പ്രവർത്തിക്കത്തില്ല. ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. എന്ത് പ്രയാസങ്ങളുടെ നടുവിലും ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കുവാൻ. നമുക്കാണ് ഇത് ലേറ്റ് ആയെന്നും നേരത്തെ ആയെന്നും ഒക്കെ നമുക്കാണ് തോന്നുന്നത്. നമ്മുടെ കണക്ക് വെച്ചാണ്, നമ്മുടെ ബുദ്ധി വെച്ചാണ്, നമ്മുടെ കലണ്ടർ വെച്ചാണ്, നമ്മുടെ ക്ലോക്ക് വെച്ചാണ് നമുക്കതൊക്കെ തോന്നുന്നത്. പക്ഷെ ദൈവത്തിനൊരിക്കലും അങ്ങനെയല്ല. ഓരോരോ കാര്യങ്ങൾ അതതിന്റെ സമയത്ത് ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ടവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഒരു നല്ല ബോവസ് നമുക്കുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ബോവസ് എന്ന പേരിന്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യുവാൻ. പക്ഷെ നമ്മുടെ ബോവസ് അങ്ങനെയല്ല, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ബോസ്. രണ്ടാമത്തെ പേര്, ആ പേരിന്റെ രണ്ടാമത്തെ അർത്ഥം പറയട്ടെ. ഇൻ ഹിം ദർ ഈസ് സ്ട്രെങ്ത് എന്നൊരു അർത്ഥം. അതായത് നമുക്ക് തോന്നി ഇങ്ങനെയൊക്കെ ഒരു വാക്കിന് രണ്ടർത്ഥവും, രണ്ടിനും വ്യത്യസ്തമായ അർത്ഥമല്ലേ അല്ലേ? എബ്രായ ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, രണ്ടർത്ഥം വരും. വേറെ ഉദാഹരണം പറഞ്ഞാല് ശമൂവേലിന്റെ പുസ്തകത്തിൽ പെനിന്ന എന്നൊരു പേര് കണ്ടിട്ടുണ്ടല്ലോ. പെനിന്ന അല്ലെ? എൽക്കാനയുടെ രണ്ട് ഭാര്യമാരിൽ ഒരു ഭാര്യ പെനിന്ന. ഈ പെനിന്ന എന്നുള്ള വാക്കിന് രണ്ടർത്ഥമാണ്. പെനിന്ന എന്നുള്ള വാക്കിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് മുത്തുന്നു. രണ്ടാമത്തെ അർത്ഥം അതിന്റെ നേരെ വിപരീത അർത്ഥം. ഏതാണെന്നറിയോ? വഴക്കുന്നു. ഈ രണ്ടർത്ഥവും പെനിന്ന എന്നുള്ള വാക്കിന് ഉണ്ട്. അപ്പോ എബ്രായ ഭാഷയിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ അർത്ഥം, ബോവസ് എന്ന പേരിന്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ ഹിം ദർ ഈസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവനിൽ ശക്തി ഉണ്ട്. അതെ, ബോവസ് ന്യായമായിട്ട് ശക്തി ഉള്ളവനാണ്, അധികാരം ഉള്ളവനാണ്, പവർ ഉള്ളവർ. കാശൊക്കെയുള്ള ടീമല്ലേ അല്ലേ? അപ്പൊ പൈസക്കുള്ള ആളാണ് ബോവസ്, ശക്തിയുള്ള ആളാണ്, പവറുള്ള ആളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബോവസോ, നമ്മുടെ കർത്താവോ, നമ്മുടെ ദൈവമോ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? അവനിൽ ശക്തി ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ ആരാ? അവൻ സർവശക്തനാണ്. അവൻ സർവശക്തനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനായ ഒരു ദൈവമാണ്. തേജോമയനായ ദൈവമാണ്. സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അവന്റെ സർവശക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ സൃഷ്ടാവാണ് അല്ലെ? സകലത്തെയും സൃഷ്ടിച്ചവനാ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ ദൈവം. അവന്റെ ശക്തി കുറവ് വന്നോ? വന്നിട്ടില്ല. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കാൻ കഴിയുന്ന ശക്തി. ആ ശക്തിക്ക് മാറ്റമില്ല. ഇന്നലെയും ഇന്നും, എബ്രായർ 13:8, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും മാറാത്തവൻ, മാറ്റമില്ലാത്തവൻ, അനന്യൻ അല്ലെ? അപ്പൊ അവന്റെ ശക്തിക്ക് മാറ്റമില്ല. ഇന്നലത്തെ അതേ ശക്തി തന്നെ ആർക്കുണ്ട്? കർത്താവിന് ഇന്നും ഉണ്ടല്ലേ? പക്ഷെ നമുക്കാണ് ആ കാര്യത്തിൽ ഒരു സംശയമുള്ളത്. ഈ സംശയിക്കുന്നവനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവൻ സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ അല്ലെ? കടൽത്തിരയെ വിശ്വാസമാണോ? നമുക്ക് വിശ്വാസമാണോ കടൽത്തിരയെ? ഒരിക്കലുമല്ല. നമ്മുടെ പിള്ളേരെ ചുമ്മാ കടൽത്തിരയിലോട്ട് ഇറക്കി വിടുവോ? പോയി കളിച്ചേച്ച് വാന്ന് പറയുവോ? ഇല്ല. നമ്മൾ കടലിൽ ബീച്ചൊക്കെ കാണാൻ രസമാണ്. ബീച്ചിലൊക്കെ പോവും. കടൽ തീരത്ത് പോയി നിന്ന് അല്പം കാലൊക്കെ ഒന്ന് നനയ്ക്കും, അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചാടുമെങ്കിലും നമ്മളുടെ കണ്ണെപ്പോഴും എവിടെയാ? ഈ തിരയിലാ. കാരണം ചില തിരകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ കടൽ തിരകള് പിള്ളേരോട് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? എന്തൊരു ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടിയാ നിൽക്കുന്നത്. അതിന്റെ കാരണം ഈ കടൽ തിരയെ നമുക്ക് വിശ്വാസമല്ല എന്നുള്ളതാ. സംശയിക്കുന്നവൻ കടൽത്തിരയ്ക്ക് സമനെന്ന് പറയുമ്പം ദൈവം മോളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാം കടൽത്തിര പോലെയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ കടൽത്തിരയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ദൈവം പറയാം, നിന്നെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നും നമ്മളെ കുറിച്ച് പറയാൻ ഇടയാകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും
തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പൊ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വേണം വരുവാൻ. എന്താണ് വിശ്വസിക്കുക? അവൻ സർവശക്തനാണ്. അവന്റെ സർവശക്തിക്ക് ഇന്നും മാറ്റമില്ല എന്ന് നാം വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിക്കുവാനുള്ള അവന്റെ കഴിവ് ഇന്നും അവന് സൃഷ്ടിക്കാൻ കഴിവുണ്ട് കേട്ടോ. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നേ. ഇന്നും അവന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാ. നമ്മൾ വിചാരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടി കംപ്ലീറ്റ് കഴിഞ്ഞുകൊണ്ട് ഇനി ഒന്നും അവൻ സൃഷ്ടിക്കുന്നില്ലെന്നാണോ? അല്ല, ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. അതും ഇവിടെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് മറ്റൊന്നുമല്ല, ആഫ്രിക്കയിൽ നടന്നൊരു കാര്യമാണ്. ആഫ്രിക്കയില് അവിടെ ഒരു സ്ത്രീ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീ വേശ്യാവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ. അവൾ അതിനുവേണ്ടി അവളുടെ ഗർഭപാത്രം ആശുപത്രിയിൽ പോയി എന്ത് ചെയ്തു? നീക്കം ചെയ്തു. ഡോക്ടറെടുക്കെ പോയിട്ട് ഗർഭപാത്രമൊക്കെ നീക്കം ചെയ്തിട്ട് അവൾ ആ തൊഴിൽ ചെയ്ത് ജീവിക്കുക. അങ്ങനെ ഇരിക്കുക അവൾ സുവിശേഷ പ്രസംഗം കേട്ടു, രക്ഷിക്കപ്പെട്ടു, പാപബോധമുണ്ടായി, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു. ഒരു സഭയിലോട്ട് വന്നു. ബ്രദറൻ സഭയല്ല, ഏതോ ഒരു ബാപ്റ്റിസ്റ്റ് സഭയിലോട്ടാണ് വന്നത്. അങ്ങനെ ആ സഭയിലോട്ട് അവൾ വന്നു. അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, അവിവാഹിതനായ ഒരു പാസ്റ്ററായിരുന്നു. അങ്ങനെ ആ സഭയിൽ വന്നു. അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. അവൾ ആ തൊഴിലൊക്കെ ഉപേക്ഷിച്ചു, വേറെ ഒരു ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ടാണ്. അങ്ങനെ അവളൊരു നല്ല ഭക്തയായി ജീവിച്ച് മുമ്പോട്ട് പോകവേ ഈ പാസ്റ്റർക്ക് ഒരാഗ്രഹം ഉണ്ടായി. ഈ പാസ്റ്റർ ഒരു വിവാഹാലോചനയുമായിട്ട് ഇവളെ സമീപിച്ചു. പാസ്റ്റർക്ക് വേണ്ടി തന്നെ അവിവാഹിതനാണ് പാസ്റ്റർ. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഞെട്ടി പുറകോട്ട് മാറി. അവൾ പറഞ്ഞു, എന്നെ ഒരിക്കലും വിവാഹം കഴിക്കരുത്. നിങ്ങൾക്കറിയാലോ എൻ്റെ പാസ്റ്റ്, ഞാൻ വളരെ മോശപ്പെട്ട നിലയിൽ ജീവിച്ചൊരു സ്ത്രീയാണ്. എന്നെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. തന്നെയല്ല, എനിക്ക് ഗർഭപാത്രം എന്നുള്ള സാധനം ഇല്ല. അതുകൊണ്ട് എനിക്ക് മക്കളുണ്ടാവുകയില്ല, മക്കളെ പ്രസവിക്കാൻ എനിക്ക് കഴിവില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ആ പാസ്റ്റർ പിന്മാറാൻ തയ്യാറായില്ല. ആ പാസ്റ്റർ പറഞ്ഞു, അത് സാരമില്ല, അതെല്ലാം ഞാൻ മറക്കുന്നു, അതൊന്നും എനിക്കൊരു വിഷയമല്ല. നമുക്ക് വിവാഹം കഴിച്ച് നിനക്ക് സമ്മതമാണ് വിവാഹം കഴിച്ച് ജീവിക്കാം. അങ്ങനെ ഒടുവിൽ അവർ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് അവന് ജീവിതം തുടങ്ങി. അപ്പൊ മക്കളുണ്ടാകുന്ന ഒരു പ്രതീക്ഷയില്ല. പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് ഒരു വയറ്റിൽ ചില പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇവള് ഗർഭിണിയാണെന്ന് മനസ്സിലായി. അപ്പം ഇവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ ഗർഭിണിയായി? എന്ത് സംഭവിച്ചു? ഒടുവില് ഈ ഗർഭപാത്രം നീക്കം ചെയ്ത ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറെ അടുത്ത് ചെന്ന് വെച്ചാൽ ആ ഡോക്ടറോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗർഭപാത്രം റിയലി എന്ത് ചെയ്തതാ, നീക്കം ചെയ്തതാ. പക്ഷെ ഇതെന്ത് സംഭവിച്ചു? പിന്നീട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ ഉദരത്തിൽ ഒരു പുതിയ ഗർഭപാത്രം ഉണ്ടായി. ആരുണ്ടാക്കി? ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിപരമായ ശക്തിക്ക് ഇന്നും കുറവ് സംഭവിച്ചിട്ടില്ല. ആ സ്ത്രീക്ക് ഒരു പുതിയ ഗർഭപാത്രത്തെ അവളുടെ ഉള്ളത്തിൽ നൽകുവാൻ ഈ ദൈവത്തിന് കഴിയുമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവന്റെ വീണ്ടെടുപ്പിന്റെ ശക്തിക്ക് കുറവുണ്ടോ? ഇന്നും അവൻ ആളുകളെ വീണ്ടെടുത്തോണ്ടിരിക്കുകയല്ലേ? ഭാവികളെ ഇന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവന് വീണ്ടെടുക്കുവാനുള്ള ശക്തിക്ക് കുറവ് വന്നിട്ടുണ്ടോ? സൃഷ്ടിക്കാനുള്ള ശക്തി കുറവ് വന്നില്ല, വീണ്ടെടുക്കാനുള്ള ശക്തി കുറവ് വന്നിട്ടില്ല. അവന്റെ സർവശക്തിയിൽപ്പെടുന്ന ഏത് കാര്യത്തിനും ഇന്നും ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അവൻ സർവശക്തനാണ്, നമ്മുടെ ബോവസ്. അതാണ് രണ്ടാമത്തെ കാര്യം, പേരിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം. ഇനി നമുക്ക് 1-ാം വാക്യത്തിലേക്ക് വീണ്ടും നോക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. ആ പേര് നമ്മൾ ചിന്തിച്ചു. അടുത്തതായിട്ട് അവിടെ പറയുന്നത്, നവോമിക്ക് തന്റെ ഭർത്താവായ എലീമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചർച്ചക്കാരൻ. അപ്പോൾ ഈ ബോവസ് ആരാന്നറിയാവോ? മഹാധനവാനായ ഒരു ബോവസിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ബോവസ് മഹാധനവാനാണ്. ബോവസിന്റെ ആ മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ നമ്മുടെ ബോവസിലോട്ടൊന്ന് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബോവസ് എങ്ങനെയുള്ളവനാണ്? നമ്മൾ ഈ ധനവാന്മാരെയൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെ അറിയോ? ഇപ്പൊ പത്രത്തിലൊക്കെ ചിലപ്പോൾ ഒരു വാർത്ത വരും, ഇന്ത്യയിലെ ധനവാന്മാരില് പറഞ്ഞില്ലേ, ഒന്നാം സ്ഥാനത്തിന്റെ ആളാണ്, 2-ാം സ്ഥാനത്ത്, അല്ലെ? അങ്ങനെ ഇന്ത്യയിലെ പിന്നെ വേൾഡിലെ ധനവാന്മാരുടെ ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്.
അതെങ്ങനെ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ താരതമ്യം ചെയ്ത, അല്ലാതെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. താരതമ്യേനയാണ് അവരെന്ത് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. പറഞ്ഞാൽ വേറൊരു ധനവാനെ വെച്ച് അല്ലെങ്കിൽ വേറെ ഒരു 100 പേരെ വെച്ചിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോ ഇദ്ദേഹം ഒന്നാം സ്ഥാനം. പിന്നെ ബാക്കിയുള്ളവരെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോ അടുത്ത ആള് 2ാം സ്ഥാനം. അപ്പൊ അവരെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, താരതമ്യേന ധനവാന്മാരാവര്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം, നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ ആത്യന്തികമായി ധനവാൻ. ഈ ലോകത്തിലെ 1ാം നമ്പർ ധനവാൻ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന വ്യക്തി ആത്യന്തിക ധനവാനല്ല, അൾട്ടിമേറ്റ്ലി റിച്ച് അല്ല. അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ആത്യന്തിക ധനവാൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമേ. കാരണം ഈ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെയാണ്, അല്ലേ? ജോർജ് മുള്ളർ ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, കാട്ടിലെ മൃഗങ്ങൾ നിന്റേതാണല്ലോ, ആ മൃഗങ്ങളിൽ ഒന്നിനെ വിറ്റിട്ടാണെങ്കിലും ഈ അനാഥ പിള്ളേർക്ക് രാവിലെ ആഹാരം കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. കാട്ടിലെ മൃഗങ്ങൾ നിന്റേതാണല്ലോ, അതിലൊരു മൃഗത്തെ വിറ്റിട്ടാണെങ്കിലും ഇവിടെ പൈസ കൊണ്ടുതരണം എന്ന് പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാമോ? പിറ്റേ ദിവസം രാവിലെ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ജോർജ് മുള്ളറെ കാണാൻ വന്നു, കുറച്ച് പൈസ കൊടുത്തു. അപ്പോൾ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് കന്നുകാലികളുണ്ടായിരുന്നു, ഞാനും ഭാര്യയും കൂടെ തീരുമാനിച്ചു, ഇനി വയസ്സും പ്രായമൊക്കെയായി, ഇനി കന്നുകാലികളെ ഞങ്ങൾ വളർത്തുന്നില്ല, ആ കന്നുകാലികളെ എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിറ്റു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ട് എവിടെ കൊടുക്കണേ, കുറച്ച് പൈസ കൊടുക്കണം. അപ്പം ദൈവം പറഞ്ഞു, ഈ അനാഥശാലയിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന ജോർജ് മുള്ളർ എന്താ പ്രാർത്ഥിച്ചേ? നിന്റെ കന്നുകാലികളിൽ ചിലതിനെ വിറ്റേച്ച് തരണം. അപ്പോ ദൈവം ആത്യന്തിക ധനവാന. ഈ സകലതും ദൈവത്തിൻ്റെതാ. കപ്പൽ സ്വന്തമായിട്ടുള്ളവരുണ്ടായിരിക്കാം, വിമാനം സ്വന്തമായിട്ടുള്ളവരുണ്ടായിരിക്കാം, പക്ഷെ നക്ഷത്രം സ്വന്തമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മത്തായി 2 വായിക്കുന്ന എന്തുവാ? ഞങ്ങൾ അവന്റെ നക്ഷത്രം എവിടെ കണ്ടു? കിഴക്ക് കണ്ടു. നക്ഷത്രങ്ങളെല്ലാം സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ദൈവത്തിനാണ്. അവൻ നക്ഷത്രങ്ങളുടെ ഉടമസ്ഥന, സൂര്യന്റെ ഉടമസ്ഥന, ചന്ദ്രന്റെ ഉടമസ്ഥന, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന, സകലത്തിന്റെയും ഉടമസ്ഥന. സാഗരം അവന്റേതാണ്. സാഗരം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു ദിവസം എത്ര ടൺ മീനാണ് നമ്മള് തിന്നുന്നത്, അല്ലേ? ഇത് എവിടുന്നാ പിടിക്കുന്നത്? ഈ കടലിൽ. എത്ര വർഷമായി പിടിക്കാൻ തുടങ്ങിയിട്ട്? ഈ മീനെ പിടിക്കാൻ തുടങ്ങി എത്ര വർഷമായി? ഈ മീനിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇഷ്ടംപോലെ മീൻ പിന്നെ മനുഷ്യന്മാർ വല്ലതും ആരും ഇതിന്റെ ഉടമസ്ഥനെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ പറഞ്ഞാൽ ഇനി മുതൽ മീനില്ല, മീൻ തീർന്നു, സപ്ലൈ ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല. പക്ഷെ പ്രൊഡക്ഷൻ ഒരു കുറവില്ല കേട്ടോ. മീന് ലോകമുണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഈ മീനിന് ദൗർലഭ്യമില്ല. മീൻ ഇഷ്ടം പോലെ. ഇടയ്ക്ക് വല്ല കാറ്റോ കോളൊക്കെ വന്നാൽ മീൻ പിടിക്കാൻ പോകരുതെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷെ മീനുണ്ട് ഇഷ്ടം പോലെ. അതുപോലെ ഞാൻ പലതും ചിന്തിക്കാറുണ്ട്. ഈ ചിക്കൻ, കോഴി, അതുപോലെ പോത്ത്, പന്നി, ആട്, ഇതൊക്കെ എത്ര വർഷങ്ങൾ, എത്ര ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന് ഓരോ വർഷം ഓരോ ദിവസം എത്ര ടണ്ണാ നമ്മൾ തിന്നുന്നത്. എന്നിട്ട് ഇതിനെന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ ആരാ? ദൈവമാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ. ദൈവമാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ. നമ്മൾ ആകാശത്തോട്ട് നോക്കണം. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളൊക്കെ താഴോട്ട് വരാത്ത എന്താ? നൂലെ കെട്ടി വെച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല. ഇബ്രാഹിം നബി വായിക്കുന്നുണ്ട്, അവൻ തന്റെ ശക്തിയുള്ള വചനത്താൽ അവയൊക്കെ നിക്കണ അവിടെ എന്ന് പറഞ്ഞ അവിടെ നിർത്തി വെച്ചേക്കുന്ന ആ വചനത്തിന്റെ പവറിലാണ് അതെല്ലാം അവിടെ നിൽക്കുന്നതെന്നുള്ളത് ഓർക്കണം. നാം അതെല്ലാം മനസ്സിലാക്കണം. അങ്ങനെ നാം ചിന്തിക്കുമ്പോഴാണ് ദൈവത്തെ അത്ഭുതമാർന്ന കണ്ണുകളോടെ നമുക്ക് നോക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് മനുഷ്യന്റെ കണ്ണ് എല്ലാം കുരുടായി പോയില്ലേ? ഞാൻ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് ഒരു അതിശയമില്ല. ഏതാ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ആര് വീഞ്ഞാക്കി? യേശു വീഞ്ഞാക്കി. പിള്ളേർ ഇങ്ങനെ പിള്ളേർക്ക് ഒരു അതിശയമില്ല. എന്നറിയാം, ഈ പച്ചവെള്ളം വീഞ്ഞാക്കിയത് കേൾക്കുമ്പോൾ നിനക്കൊരു അതിശയം തോന്നട്ടെ. ഇത് ഈ പച്ചവെള്ളത്തെ അല്ലേ എത്തിയത് വീഞ്ഞാക്കിയത്. അതേസമയം ഒരു സിനിമാ നടൻ 10 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടിയിട്ട് ഒന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ തന്നെ സിനിമാ നടനെ ആരാധിക്കാനായിട്ട് ഈ പിള്ളേരെല്ലാം ഓടിക്കൂടും. അത് ഗ്രൂപ്പിനെ വെച്ചാൽ ചാടിയെന്ന് അവർക്ക് അറിയാമോ? അതൊക്കെ ചുമ്മാ ക്യാമറയുടെ ട്രിക്കുകളും പരിപാടികളുമാണ്. പക്ഷെ യേശു പച്ചവെള്ളത്തെ, അതൊരു യേശു കടലിന്മേൽ നടന്നു. ഒരു ആരാധനയും തോന്നുന്നു. യേശു കടലിന്മേൽ നടന്നു. അതേസമയം
സിനിമാ നടന്മാരാരെങ്കിലും കടലിന്മേൽ നടന്നു എന്ന് പറഞ്ഞാൽ കൊടി പിടിക്കും അല്ലേ? നമ്മുടെ മനസ്സൊക്കെ എങ്ങോട്ട് മാറിപ്പോയി. നമ്മുടെ മനസ്സെല്ലാം നമുക്കൊരതിശയവും തോന്നുന്നില്ല, നമുക്കൊരത്ഭുതവും തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിലോട്ട് തന്നെ നോക്കിക്കേ. അതിശയിക്കാനുള്ള വകകൾ എന്തോഹരവാ. നമ്മുടെ ദൈവം എത്ര സർവശക്തനാ, അവൻ എത്ര സർവജ്ഞാനിയാ, സർവവ്യാപിയാ, അവൻ എത്ര ഉന്നതനാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് കർത്താവ് എത്രയോ സമ്പന്നനാ. നമ്മുടെ കർത്താവ് അവന്റെ സമ്പന്നതയെ കുറിച്ച് പറയുന്ന 2-3 വാക്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാം. എഫേസ്യ ലേഖനം 1:8. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ അവന്റെ സമ്പന്നതയെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? എഫേസ്യർ 1:8. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് കൃപയിൽ സമ്പന്നനാ. നമ്മുടെ കർത്താവ് കൃപയിൽ സമ്പന്നനാ. നമ്മൾ ഈ സമ്പന്നൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാശ് വെച്ച് നോക്കിയിട്ടാ, പൈസ വെച്ച് നോക്കിയിട്ടാണ്. ഇവിടെ നോക്കണം, അതിനേക്കാളൊക്കെ ഉന്നതമായ സമ്പന്നതയുണ്ട്. ഏതാ സമ്പന്നത? കൃപയുടെ സമ്പന്നത. കർത്താവ് കൃപയിൽ സമ്പന്നനാണ്. അപ്പൊ നമുക്ക് എന്നാ വേണം? ഇത് നമുക്ക് കൃപ മതി, നമുക്ക് കൃപ മതി. കൃപ നമുക്ക് എന്തുമാത്രം കൃപ വേണോ അത്രയും കൃപ തരാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. എന്തുമാത്രം കൃപ. ഞാനൊക്കെ എന്തെങ്കിലും ദൈവനെ ശുശ്രൂഷിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവേ അല്ല. എനിക്ക് അങ്ങനെ കഴിവുള്ള ആളല്ല. അങ്ങനെ ഒരു കഴിവും നമുക്കില്ല. കൃപ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്. 4 വാക്ക് വചനത്തിൽ നിന്ന് പറയുന്നെങ്കിൽ അത് കൃപ കൊണ്ട് മാത്രം. കൃപയാണ്. കൃപ അതുപോലെ തരുന്ന. ഇവിടെ വന്നപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ട്രാൻസ്ലേഷൻ നല്ലായിരുന്നു പറഞ്ഞു, കുമ്മനാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നെഞ്ചിടിച്ചാണ് അവിടെ പോകുന്നത്. ഞാൻ ഓരോ വർഷം വിചാരിക്കും ഞാൻ ഈ അടുത്ത വർഷം ട്രാൻസ്ലേഷന് പോകത്തില്ല. ഈ വർഷവും ഞാൻ ചിന്തിച്ചു ഞാൻ പോകത്തില്ല, ഈ ട്രാൻസ്ലേഷന് പോകത്തില്ല. കാരണം ഒരു പ്രസംഗകൻ വിചാരിച്ചാൽ ട്രാൻസ്ലേറ്ററെ വെള്ളത്തിലാക്കാം. മനസ്സിലായോ? അദ്ദേഹം പറയുന്ന വാക്കൊക്കെ ഞാനിത് പഠിച്ചിട്ടാണോ പോകുന്നത്. അവർ പറയുന്ന വാക്കുകൾ പഠിക്കാൻ നമുക്കവിടെ സമയം. നമ്മൾ പഠിച്ച കുറേ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷെ അവിടെ എന്താ വേണ്ടത്? അത് കൃപയുണ്ടെങ്കിൽ അതെല്ലാം നടക്കും. അത് കൃപ എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. ഈ കൃപയുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. അപ്പോ നമ്മുടെ കർത്താവ് കൃപയിൽ സമ്പന്നൻ അല്ലേ? കർത്താവ് കൃപയിൽ സമ്പന്നൻ. നമുക്ക് ജീവിക്കാൻ കുടുംബജീവിതം, ഒരു നല്ല ഭർത്താവാകാൻ എന്തോരം കൃപ വേണം. ഒരു നല്ല ഭാര്യയായിട്ട് ജീവിക്കാൻ ഒത്തിരി കൃപ വേണം. നല്ല മകനായി മകളായി ജീവിക്കാൻ ഒത്തിരി കൃപ വേണം. സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ എന്തോരം കൃപ വേണം അല്ലേ? ഈ കൃപയില്ലാതെ സഭയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ പറ്റും. എന്തോരം കൃപ വേണം. ഇത്രയും കൃപ ആര് തരും? തരുമെന്നേ കർത്താവ് തരും. കൃപമേൽ കൃപയാർന്നിടുവാൻ പരമപദം ചേർന്നിടുക എന്ന് നമ്മൾ പാടുന്നുണ്ട് അല്ലേ? അപ്പൊ കൃപമേൽ കൃപ തരുന്ന ദൈവം, അവൻ കൃപയിൽ സമ്പന്നനാ. വേറെ ആരുണ്ട് ഈ ലോകത്തിൽ കൃപയിൽ സമ്പന്നനായിട്ട്? കൃപയിൽ സമ്പന്നനായി വേറെ ആരുമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് പൈസ ഇല്ലെങ്കിലും കൃപയുണ്ടേ ജീവിക്കാം. കൃപയുണ്ടേ ജീവിക്കാം. പൈസ വേണമെന്നില്ല. പൗലോസിനോട് ദൈവം ചോദിച്ചു, നിനക്ക് കൃപ വേണോ സൗഖ്യം വേണോ? പൗലോസ് ആദ്യം സൗഖ്യത്തിന് വേണ്ടി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു കൃപ മതി അല്ലേ? കൃപയില്ലാതെ സൗഖ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? കൃപയില്ലാതെ ദൈവകൃപ നമുക്കില്ല, പക്ഷെ നല്ല ആരോഗ്യം എന്തെങ്കിലും ഗുണം? ഒരു ഗുണമില്ല. ഇനി നമുക്ക് ഇച്ചിരി ശരീരത്തിൽ ഇച്ചിരി ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും, രോഗവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും, കൃപയുണ്ടെങ്കിൽ അത് മതിയെന്ന്. അത് മതി. കൃപയുണ്ടായിരുന്നു മതിയെന്നേ. ബലഹീനത, പൗലോസിന് ബലഹീനത ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രോഗം ദൈവം മാറ്റിക്കൊടുത്തില്ല. പക്ഷെ ദൈവം അദ്ദേഹത്തിന് കൃപ കൊടുത്തു. കൃപ പോലെ കൃപ മതി, കൃപ മതി. ആ കൃപയുണ്ടെങ്കിൽ ധാരാളം. ആ കൃപ തരാൻ ദൈവത്തിന് ധാരാളം അവന്റെ പക്കലുണ്ട്. അവൻ കൃപയിൽ സമ്പന്നനാണെന്ന് ഓർത്തോണം. ഒരു കൃപയിൽ സമ്പന്നൻ. രണ്ടാമത് 1:18, എഫേസ്യ ലേഖനം 1:18 വേറൊരു സമ്പന്നത അവിടെ കാണുന്നുണ്ട്. എന്താണ് വേറൊരു സമ്പന്നത? എഫേസ്യ ലേഖനം 1:18 അവന്റെ വിളിയാനുള്ള ആശ ഇതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇതെന്നും. ആ മഹിമാധനം
അല്ലേ? മഹിമ ധനം എന്ന് പറഞ്ഞാൽ അവൻ മഹിമയിൽ ധനവാനാണ്. റിച്ച് ഇൻ ഗ്ലോറി. മഹിമയിൽ അവൻ ധനവാൻ. നമ്മുടെ കർത്താവ് കൃപയിൽ ധനവാനാണ്. 2, അവൻ മഹിമയിലും. അങ്ങനെ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? ഇല്ല. അവൻ നമുക്ക് മഹിമ തരുന്നവനാണ്. മഹിമ, മഹത്വം, തേജസ്. മഹിമയിൽ ധനവാനാണ്. വിശദീകരിക്കുന്നില്ല, മുമ്പോട്ട് പോട്ടെ. അവരുടെ വാക്യങ്ങൾ വായിക്കാം. 2 വാക്യങ്ങൾ വായിക്കണം. 2-ാമത്തെ എഫേസ്യർ 2:4. എഫേസ്യർ 2:4. കരുണാസമ്പന്നനായ കരുണയിൽ സമ്പന്നന. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൃപയിൽ സമ്പന്നൻ, മഹിമയിൽ സമ്പന്നൻ. അടുത്ത തന്നെ പറഞ്ഞേ, കരുണയിൽ സമ്പന്നന. നമ്മുടെ കർത്താവ് കരുണയിൽ പിശുക്കനായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. കരുണയിൽ പിശുക്കനായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇവിടെ ജീവിച്ചിരിക്കുകയില്ല. എപ്പോഴേ ആ കരുണയാണ് ഇവിടെ നിൽക്കുന്നത്. ആ കരുണയാണ്. അല്ല നമ്മളെ എടുക്കൊന്നുമല്ല. നമ്മളെല്ലാം തികഞ്ഞവരാണോ? അല്ല. കരുണ കാണിച്ചുകൊണ്ടല്ലേ ഇന്ന് രാവിലെ കണ്ണ് തുറന്നത്. ഇന്ന് രാവിലെ കണ്ണ് തുറന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ജീവിച്ചിരിപ്പോൾ. രാത്രി സൈലന്റ് ആയിട്ടൊരു അറ്റാക്ക് വന്നില്ല. രാത്രിയിൽ ഒരു സൈലന്റ് അറ്റാക്ക് വന്നില്ല. കാരണം ഇന്ന് രാവിലെ കണ്ണ് തുറന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ജീവിച്ചിരിക്കുന്നു. അത് കരുണയാണെന്ന് മനസ്സിലാക്കണം. അത് കരുണയാണ്. ആ കരുണ അതിൽ അവൻ സമ്പന്നനായതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നാം ജീവിച്ചിരിക്കുന്നത്. അവൻ കരുണയിൽ സമ്പന്നനാണ്. ഏറ്റവും ഒടുവിൽ ഫിലിപ്പി ലേഖനം 4:18-19 നമുക്കറിയാം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എങ്ങനെയാ തന്റെ ധനത്തിന്റെ മഹിമയ്ക്കത്വം. അപ്പം അവിടെ പറയുന്ന ധനം എന്ന് പറയുന്നത് സാമ്പത്തിക, മറ്റേരിയൽ, ഭൗതിക ധനമാണ്. ആ ഭൗതിക ധനത്തിന്റെ കാര്യത്തിൽ ആര് സമ്പന്നനാണ്? കർത്താവ് സമ്പന്നൻ. കർത്താവ് ആത്യന്തികമായി സമ്പന്നൻ. ഞങ്ങളൊക്കെ സുവിശേഷ വേലയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പേഴ്സ് എടുക്കരുന്നു. പേഴ്സ് ഇപ്പം ഞാനിരുന്ന് കുറെ കാലം ആലോചിച്ചത് ഈ പേഴ്സ് ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? പേഴ്സ് എടുക്കാതെ പോകാൻ പറ്റും. അപ്പം ഇപ്പൊ ഒരു പ്രവർത്തനത്തിന് പോണാൽ തന്നെ ഒരു ചായ കുടിക്കണം, ഉച്ചക്കൊരു എന്തെങ്കിലും കഴിക്കണം, ഇതിനൊക്കെ പേഴ്സ് എടുക്കണം. അപ്പൊ കർത്താവ് പറയും വേലയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണ്ട, പേഴ്സ് എടുക്കണം. പേഴ്സ് എടുക്കാൻ പോകും. പിന്നെ പൊക്കണം എടുക്കണ്ട, അത് ബാഗ്. വടി എടുക്കണ്ട, പ്രൊട്ടക്ഷൻ. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ പേഴ്സ് എടുക്കണ്ടെന്നാ ഞാൻ പറഞ്ഞു, നിന്നോടാ എടുക്കണ്ടെന്ന് പറഞ്ഞു. നീ എടുക്കണ്ട, പക്ഷെ നിന്റെ കൂടെ ഞാൻ പേഴ്സ്, നിനക്ക് വേണ്ടി ആര് പേഴ്സ് എടുക്കും? ഞാൻ എടുക്കുന്നുണ്ട്. പോരെ? അതുപോലെ കർത്താവ് എടുക്കും പേഴ്സ്, നമ്മളോടാ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആ വക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണ്ട. ആര് ചിന്തിച്ചോളും? അതൊക്കെ കർത്താവ് ചിന്തിച്ചോളും. പിന്നെ ബാഗ്, ആ ബാഗിൽ എന്താ സാധനം നമ്മൾ വെക്കുന്നത്? ബാഗിൽ എന്താ വെക്കുന്നത്? ബാഗിൽ നമ്മൾ വെക്കുന്ന വസ്ത്രങ്ങൾ വെക്കും. പിന്നെ നമുക്ക് പല്ല് തേക്കാനുള്ളത്, പേസ്റ്റ്, സോപ്പ്, കണ്ണാടി, ചീപ്പ്, ഇതൊക്കെയല്ലേ ബാഗ് വെക്കുന്നത് അല്ലേ? നമ്മുടെ വസ്ത്രങ്ങള് ഇതൊക്കെ വെക്കുന്നത്. അപ്പം നിന്റെ വസ്ത്രം, നിനക്ക് പല്ല് തേക്കാനുള്ളത്, നിന്റെ സോപ്പ്, ചീപ്പ്, ഇതിന്റെ കാര്യമൊന്നും നീ ചിന്തിക്കേണ്ട. അത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ചിന്തിക്കും. അതാ കർത്താവ് അതിന്റെ ആശയം. ഞാനത് എടുത്തോളാം, നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. പിന്നെ വടി എന്ന് പറഞ്ഞാൽ സംരക്ഷണയെ കാണിക്കുന്ന, അന്നത്തെ കാലത്ത് വടിയും കൊണ്ടൊക്കെയാ പോകുന്നത്. വടി സംരക്ഷണ. അപ്പം നിന്റെ സംരക്ഷണയുടെ കാര്യം ആരും ഏറ്റെടുത്തു? ഞാനെടുത്തു. നീ അത് ചിന്തിക്കണ്ട. നീ അങ്ങോട്ട് പോകുമ്പോൾ ഇനി അവരെല്ലാം നിന്നെ തല്ലിക്കൊല്ലു, അതൊന്നും നീ പേടിക്കണ്ട. അതെല്ലാം ഞാൻ എന്ത് ചെയ്തോളാം. ഞാനാണ് നിന്റെ സംരക്ഷണയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. നിന്റെ വസ്ത്രവും ആഹാരവും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളുടെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഞാൻ ആത്യന്തികമായി ധനവാൻ. ഞാൻ താരതമ്യേന ധനവാനല്ല, ഞാൻ ആത്യന്തികമായി ധനവാനാണ്. അങ്ങനെയുള്ള ഒരു ബോവസാണ് നമ്മുടെ ബോവസ്. ഈ ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നത്? എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ സമയം തീർന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ആ ബോവസ് രൂത്തിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? 8-ാം വാക്യത്തെ നമ്മൾ വായിച്ചു, വെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാലത്തികളോട് ചേർന്ന് കൊള്ളുക,
അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളും. ഇവിടെ ബോവസ് രൂത്തിനോട് പറഞ്ഞത്, നീ ഏതായാലും ഈ വയലിൽ വന്നല്ലോ, നീ ഈ വയല് വിട്ടാൽ പോവാൻ. ഇത് മതിയായ ഒരു സ്ഥലമാണ്. ഈ വയല് വിടുകയും വേണ്ട, വേറെ സ്ഥലത്തോട്ട് പോവുകയും വേണ്ട. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ നിനക്ക് മുമ്പിൽ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ മേൽ ദൃഷ്ടി വെച്ച് നീ പൊക്കളാം. നിനക്ക് മുമ്പിൽ ചില ബാല്യക്കാരുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ എന്നാന്നറിയാവോ? എബ്രായർ 12:1 വായിക്കുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ഈ വയൽ വിട്ട് നീ പോകേണ്ട കാര്യം. ഈ വയലിൽ സാക്ഷികളുടെ അബ്രഹാം മുതലേ ഹാനോക്ക് മുതല് ഇങ്ങനെയുള്ള ഹാബേൽ മുതല് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്ന ചരിത്രത്തിൽ കാണുന്ന വ്യക്തികളുടെ ജീവചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവരിൽ നിന്ന് പഠിക്ക്, അബ്രഹാമിൽ നിന്ന് പഠിക്ക്. യാക്കോബിനെ നോക്ക്, ഇസ്ഹാക്കിനെ നോക്ക്, ദാനിയേലിനെ നോക്ക്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ നോക്ക്, പൗലോസിനെ നോക്ക്, യോഹന്നാനെ നോക്ക്. ഇവരെയൊക്കെ നോക്കി പഠിക്ക്. ഇവരൊക്കെ ഈ വയലിൽ നിനക്ക് മുമ്പേ ഇറങ്ങി പെറുക്കിയവരാ. അവർക്കൊക്കെ എന്തെങ്കിലും ദോഷം വന്നു? അവർക്കൊക്കെ എന്തെങ്കിലും ദോഷം വന്നു? ഒരു ദോഷവും വന്നില്ല. നീ അവരെ നോക്കി നീ മുമ്പോട്ട് പോയിക്കൊള്ളുക. മാത്രമല്ല വേറെ കാര്യം പറയുന്നത് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ദാഹിക്കുമ്പോൾ ബാല്യക്കാര് കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക. ബാല്യക്കാര് കോരി വെച്ചത് ഏതാ? ആ വെള്ളമാണ് ഈ വെള്ളം. ഈ വെള്ളം ഇതിൽ നിന്ന് നീ കോരേണ്ട കാര്യമൊന്നുമില്ല, നീ അങ്ങ് കുടിച്ചാൽ മതി. ആര് കോരി വെച്ചിരിക്കുക? ബാല്യക്കാര് കോരി വെച്ചിരിക്കുക. ദൈവത്തിന്റെ ബാല്യക്കാര് 40ഓളം എഴുത്തുകാരെ കൊണ്ട് 1600 വർഷങ്ങൾ കൊണ്ട് ദൈവം എഴുതി രേഖയാക്കി നമുക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ വചനമാകുന്ന വെള്ളം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഇതിൽ നിന്ന് കോരി കുടിച്ചു കൊള്ളുക. ഈ ലോകത്തിൽ, ഈ ലോക വയലിൽ നിന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഇതിലുണ്ട്. ഇതാണ് നമ്മുടെ ആശ്രയം, ഇതാണ് നമ്മുടെ ആധാരം, ഇതാണ് നമ്മുടെ ജീവന്റെ ബലം. ഇത്ര നല്ല ബോണസ്, എത്ര നല്ല ബോണസ്! യൂത്തിനൊരു ബോവസിനെ കിട്ടി. പക്ഷെ അതിനേക്കാളൊക്കെ ഉന്നതനായ ഒരു വലിയ ബോവസിനെ തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ദൈവം നമ്മുടെ ബോവസായി മാറിയിരിക്കുന്നു. ആ ബോവസിന്റെ പേര് നമ്മൾ കണ്ടു, അതിന്റെ അർത്ഥം നമ്മൾ കണ്ടു. അത് ധനത്തെ കുറിച്ച് നമ്മൾ അതെല്ലാ മേഖലകളിലും ധനവാനാണ്. അത് നമ്മളോട് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ബാല്യക്കാരെ നോക്കിക്കൊണ്ട് ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും. അവിടെയൊക്കെ ജീവിതങ്ങൾ പഠിച്ച്, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ എടുത്തുകൊണ്ട് ബലം പ്രാപിച്ച്, ധൈര്യം പ്രാപിച്ച്, ഇതിൽ നിന്ന് കോരി കുടിച്ചുകൊണ്ട് വരുന്ന വർഷം ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനം നമുക്ക് ബലം പകരട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ ഈ കുടുംബത്തോട്, സഭയോട് നന്ദി അർപ്പിക്കുന്നു. ദൈവനാമം മഹത്വം.